യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16316 കൊച്ചുവേളി ബാംഗ്ലൂർ എക്സ്പ്രസ് എറണാകുളം സ്റ്റേഷൻ 1ാം പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നു. അത് ഓഫ് ചെയ്യടാ. ഇത് ഓഫ് ചെയ്യടാ. ഏതോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ തോന്നുന്നത് എന്തോ സംഭവം ഇത് ചേട്ടാ. എന്തോന്ന് ചേട്ടാ ഇത്? ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീട്ടിനകത്തുള്ളത്. പല അലാറവും കണ്ടിട്ടുണ്ട്. ഇതെന്തോ അലാറം ഇത്? അത് പറഞ്ഞിട്ട് കാര്യമുള്ള അച്ഛൻ കാണിച്ച ചതിയല്ലേ. വഴിതെറ്റിപ്പോണം. പാളം തെറ്റിപ്പോണം. പിടി ബാത്റൂമിൽ പോയിട്ട് പറഞ്ഞ വരവാണ്. നിർത്ത്. ഒരു ഒറ്റ അടി അടിച്ചു. ഇവൻ കാരണമാണ് ഇത് മൊത്തം കാരണം. റെയിൽവേ കുടുംബം വെളിയിറങ്ങി നടക്കാൻ നിവർത്തിയില്ല. അച്ഛന് റെയിൽവേയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളടുത്ത് കാണിക്കാൻ ചതിയല്ലേ ഇത്? പിന്നല്ലാതെ പുതിയ വീട് മാറുന്നെന്ന് പറഞ്ഞപ്പോ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇതെന്തോ ഉണ്ടാക്കി വെച്ചിങ്ങനെ ഇതിൽ കൂടുതലൊന്നും പറയല്ല. ചേട്ടനല്ലേ ഭാഗ്യവാൻ. എന്തെങ്കിലും കൂടുതൽ പഠിച്ചോണ്ട് ചേട്ടന്റെ എ സി റൂം വീട്ടിലെ മൂത്ത ആളും കൂടെ ആയതുകൊണ്ട് നിനക്ക് സ്ലീപ്പർ ഉണ്ടല്ലോ. ഓ പിന്നെ അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ചു. ലോക്കല് നിനക്ക് വരാന്താ? അച്ഛൻ പഠിക്കാൻ വിട്ട സമയത്ത് നീ പഠിക്കാൻ പോകണമായിരുന്നു. അങ്ങനെ പറയില്ലേ? ഞാൻ കണക്കില് പുലിയായിരുന്നു. ഈ പുലിയുടെ കണക്കിലെ മാർക്കറിയാമോ? 0. കളിയാക്കണ്ട. പുലി പതുങ്ങുന്നതേ കുതിക്കാനാണ്, മനസ്സിലായ? നീ കുതിക്കുമ്പോ നോക്കി കുതിക്കണം. അവിടെ ശൗചാലയം ഉണ്ട്. കുതിച്ചു നേരെ അതിനകത്ത് നിന്ന് വരുന്ന മറ്റേ വേലക്കാരൻ ഫ്ലഷ് അടിച്ച് അങ്ങ് വിടും. പോടച്ചല നമുക്ക് കറക്റ്റ് ആഹാരം കിട്ടി നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പുറത്തു പോയി കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ആവണം. അതേ പറ്റുള്ളൂ. ശരിയാണ്, അത് സംഭവം ശരിയാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള 50% മനസമാധാനം കിട്ടും എന്നുള്ളത്. എങ്കിൽ ഞാൻ 2 കല്യാണം കഴിക്കും. അതിന് എനിക്ക് 100% സമാധാനമാണ്. 100% ചേട്ടാ വേണ്ടേ? ഞാനിതേ നമ്മൾ ഈ പുറത്തിറങ്ങി കല്യാണം കഴിയാത്ത ആൾക്കാർ നടക്കുമ്പോ പയ്യന്മാർ നടക്കുമ്പോ സാറിന് ആൾക്കാർ എന്ത് പറയും? ബോയികൾ പോകുന്നു എന്ന് പറയും. തന്നെ നമ്മൾ പോകുമ്പോ ആൾക്കാർ പറയുന്നറിയാം, ബോഗികൾ പോകുന്നു എന്ന്. അച്ഛൻ ഈ ചതി കാണിച്ചില്ലേ? ഇവിടെ ഒരു വേലക്കാരനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എവിടെയോ ഏതോ റെയിൽവേ സ്റ്റേഷനിൽ ജോലിയൊക്കെ ചേട്ടാ. അതല്ലേ ഞാൻ രാവിലെ തൊട്ടാ പറയുന്നത്. എനിക്ക് കുർളയിലൊന്ന് പോണമായിരുന്നു. ഒരു ചായ ഇട്ടാ വല്ല വകുപ്പുണ്ട്. ജനശതാബ്ദി പോണം. ജനശതാബ്ദി പോയാലേ ചായ കൊണ്ടുവരുള്ളൂ. ഉച്ചയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കേരള എക്സ്പ്രസ് വരണം. മൊത്തം റെയിൽവേ ടൈമാണ്. ഈ സമയം കണക്കൊക്കെ ആരും തരത്തുള്ളൂ. അതങ്ങനെയാണ്. അമ്മയെ പോലെ ആയാൽ മതിയായിരുന്നു. അമ്മ ഇത് നേരത്തെ കണ്ടതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ നിസാമുദ്ദീന്റെ കൂട്ടത്ത് ഡെറാഡൂരിൽ പോയി. അമ്മയുടെ കൂട്ടത്ത് പോയാൽ മതിയായിരുന്നു. ഒരു ചായ തരാൻ പറയട്ടെ. എനിക്ക് കുർളെ പോയാ പറ്റൂ. ആടാ പാപ്പിച്ചായ? പാപ്പിച്ചായ എന്നല്ല, പിന്നെ കാപ്പി ചായ. നീ ഇവിടുത്തെ വേലക്കാരനാ അതാ ചായക്കടക്കാരനാ? തന്റെ അച്ഛനെ ഞാൻ റെയിൽവേ മര്യാദക്ക് ചായ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതാണ്. എന്നെ വിളിച്ചിവിടെ വേലക്കാരനാക്കി. ചേട്ടാ അവൻ പറഞ്ഞത് ഞാൻ കേട്ട് ചേട്ടനൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളെ നീ പുറത്തുള്ളവരാണ്. സമ്മതിച്ചേ? പക്ഷെ നമ്മൾ മക്കളല്ലേ. സ്വന്തം അച്ഛൻ മക്കളടുത്ത് ഇങ്ങനെ ചതി കാണിക്കാമോ? പുള്ളി റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു അടച്ചിട്ട് വളർത്തുക, കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങി പെണ്ണു നോക്കാൻ പറ്റുന്നില്ല. അറിയാമോ, ഞാനിപ്പോ കേരളത്തിലാണ് ജനിച്ചത്. അച്ഛൻ ഈ ജോലി സംബന്ധമായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ആണല്ലോ. ഇനിയിപ്പോ പറഞ്ഞു എനക്കൊന്നും അറിഞ്ഞൂടാത്ത പോലെ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് എന്റെ പേര് പരശുറാം. അച്ഛൻ സ്ഥലം മാറി തമിഴ്നാട്ടിൽ പോയപ്പോ ഇവനിട്ട പേരെന്താ? അവിടെ വെച്ചാണ് ഇവൻ ജനിച്ചത്. ഇത് വേരാവൽ. അത് കഴിഞ്ഞിട്ട് സ്ഥലം മാറി വേറൊരു വർഷം ഏറ്റവും അവസാനം ഉണ്ടായി ഇവൻ ഹൈദരാബാദിൽ. അപ്പൊ ഇവന്റെ പേരിട്ട് ശബരി. മൊത്തം എക്സ്പ്രസ് പേരുകളാ. നാണം കെട്ട് വെളിയിറങ്ങാക്കാൻ നിർത്തിയില്ല. അറിയാമോ? അപ്പൊ എന്റെ നാണക്കേട് നിങ്ങൾക്ക് അറിയാതെ? നിനക്കെന്താ നാണക്കേട്? എന്റെ സുന്ദരമായ ഒരു പേരായിരുന്നു ബാബു എന്ന്. നിങ്ങൾ അച്ഛൻ ആ പേരങ്ങ് മാറ്റി ലോകമാനി തിലക് എന്നാക്കി. എങ്ങനെ? ലോകമാനി തിലക്. നിന്റെ മുഖത്ത് നോക്കിയാൽ അങ്ങനെ വിളിക്കാൻ തോന്നും. കിണിച്ചോണ്ട് നിൽക്കാതെ ഒരു ചായ ഒരു ചായ തരത്തൂല്ല. എന്ത് കഷ്ടം ഇതാ. നോക്ക് ചേട്ടാ, വീണ്ടും ഈ പേപ്പർ ഗ്ലാസ് ഉള്ളൂടെ വീട്ടില്? അതെ, ഇന്ത്യൻ റെയിൽവേ എന്ന് ഈ ഗ്ലാസ് നിർത്തുന്നു അന്ന് ഞാനും ഈ ഗ്ലാസ് നിർത്തും. നല്ല കാര്യം. അയ്യേ മാട്ട ചായ കൊള്ളൂല. ഇതിൽ കൂടുതൽ ഇവിടെ നിന്നും കിട്ടത്തില്ല. ഇന്ന് ഉച്ചയ്ക്ക് എന്തോന്നാണ്? ഉച്ചയ്ക്ക് ചോറും ഡാളും. ഇന്നലെ നീ എന്താണ് ഉണ്ടാക്കി തന്നത്? ഇന്നലെ ചപ്പാത്തി ഉണ്ടാളും. ഇന്നലെ രാത്രി നീ എന്താണ് ഉണ്ടാക്കി തന്നത്? ഇന്നലെ രാത്രി ഉപ്പുമാവ് ഉണ്ടാളും. ഇപ്പൊ വെറൈറ്റി ആയിട്ട് പറഞ്ഞില്ലേ? വെറൈറ്റി ഉണ്ടല്ലോ. എന്ത് വെറൈറ്റി ഉണ്ട്? ഇഡ്ഡലി. പച്ചക്കറി എല്ലാം കൂടെ വെച്ചിട്ട് വെറൈറ്റി. നിങ്ങൾക്ക് എന്തായാലും വെറൈറ്റി വേണമല്ലോ. ഇത് സൂപ്പർ വെറൈറ്റി ആണ്. ഇഡ്ഡലിയും
ഡാൽ. ഈ ഡാലിമ ഡോലിമ അല്ലാതെ വേറെ ഒന്നും ഇല്ല, എനിക്ക് അത് മാത്രമേ അറിയാവൂ. ഒറ്റ ഇടിയിൽ നിന്റെ ഡാലിംഗ് ഇല്ലെങ്കിൽ ഇടിച്ചു പൊട്ടിച്ചു നിന്നെ ഇവിടെ കണ്ടോ ഈ ചായ പാത്രം എടുത്തോണ്ട് വിട്ടോ അതെ ഈ സഹിക്കാൻ പറ്റത്തില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ്. നിങ്ങൾ 3 രൂപ ചങ്ങ വലിക്കാൻ നോക്കിയോണ്ടല്ലേ? അങ്ങനെയൊന്നും വലിക്കത്തില്ല. ചവിട്ടി തള്ളിക്കളി നിർത്തുന്നതിന് മുമ്പേ ഇറങ്ങണം ഒന്ന് ഇറങ്ങണം. പോടാ 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 ഓടിക്കോ. വേണ്ട ഇവ ശരിയാവത്തില്ല. എന്ന് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. ചേട്ടാ എന്തിനാ അവനെ പറഞ്ഞു വിട്ടത്? പിന്നെ പറഞ്ഞു വിടാതെ. ഇന്ന് ഡേറ്റ് എത്ര? ഇന്ന് 12 തീയതി 12 തന്നെ. ഇന്ന് തന്നെ അച്ഛൻ റിട്ടയർഡ് ആയി വൈകുന്നേരം ഇവിടെ വരുന്നത്. അച്ഛൻ വരുമ്പോ വേലക്കാരനെ ചോദിച്ചാൽ ചേട്ടൻ എന്ത് കാണിക്കും? ഇന്ന് 12 ഇന്നാണ് അച്ഛൻ പറഞ്ഞില്ല വരുന്ന ദിവസം. അയ്യോ അച്ഛൻ ഇപ്പം വരും ബന്ധിയോടെ ആരെ കാണിക്കും വേലക്കാരനെന്ന് പറഞ്ഞു? എവിടെ വേലക്കാരൻ? എവിടെ? അപ്പൊ നീ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞ ചേട്ടനല്ലേ അവനെ പറഞ്ഞു വിട്ടത്? നിനക്ക് ചായ ഡാലി എറിയും മതിയാ? എനിക്ക് വേണ്ട. നിനക്ക് ചപ്പാത്തിന്റെ ഡാലി എറിയും മതിയാ? എനിക്ക് വേണ്ട. അപ്പൊ പിന്നെ എന്റെ കുറ്റമാണ്. എല്ലാവരും കൂടെ ചേട്ടനല്ലേ പറഞ്ഞു വിട്ടത്? ചേട്ടൻ പരിഹാരം ഉണ്ടാക്കണം. അല്ല ഞങ്ങളെ കൊണ്ട് പറ്റൂല. എന്റെ കുറ്റം. ഒരു കാര്യം ചെയ്യാം. ഞാനേ എന്റെ പരിചയത്തിലൊരു പെങ്കൊച്ചുണ്ട് വേലക്കാരി. ഞാൻ വിളിച്ചോളാം. അങ്ങനെ പെണ്ണിനെ വിളിക്കണമെങ്കിൽ ഞാനും ഒരു പെണ്ണിനെ വിളിക്കും. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഞാനും വിളിക്കും. ഞാൻ ഒരു പെണ്ണിനെ വിളിക്കാൻ പോകണം. അവള് നല്ലപോലെ സമ്മതിക്കും. അവളോട് വന്നാ ചുമക്കും. അയ്യോ പിന്നെ ഞാനും വിളിക്കും. ഞാൻ വിളിച്ച പെണ്ണ് ഉടനെ തന്നെ വരും. ഞാൻ വിളിച്ച പെണ്ണും വരും. ഞാൻ വിളിച്ച പെണ്ണും അതെങ്ങനെ ശരിയോ? അത് തന്നെ ഞാനും പറഞ്ഞു. ഞാനും വിളിച്ച പെണ്ണ് നീ എന്തിനു വിളിച്ചത്? മലയാളികളുണ്ട്, ഹിന്ദിക്കാരൻ പറഞ്ഞ് വിളിക്കണം. നീ പറ. ഹലോ, ആദ്യം വിളിച്ചത് ചേട്ടാ ഞാനാണ്. ആദ്യം വിളിച്ചത് തമിഴത്തിൽ വേണ്ട അവിടെ. ഞാനാണ് ആദ്യം വിളിച്ചത്. ഞാൻ വിളിച്ച പെണ്ണ് വരും. അയ്യോ 3 പേര് വേണ്ട ഇവിടെ. ഒരു കാര്യം ചെയ്യാം. തർക്കം വേണ്ട. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആരാദ്യം വരുമോ അവര് മതി. ഓക്കെ എന്നാ അത് മതി. അതാണ് അത് ന്യായം. പ്രിയേ. അയ്യോ ഏട്ടാ. അയ്യോ എന്റെ പ്രിയേ. പ്രിയ ഞാൻ വിളിച്ച ഉടനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ വിളിച്ച് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ ചേട്ടാ? പിന്നെ ഒരു കാര്യം, വേലക്കാരിയായിട്ടാണ് വിളിച്ചതെങ്കിലും ഇതൊരു തുടക്കമാണ്. അച്ഛന്റെ മുന്നിൽ നീ അഭിനയിച്ചൊക്കെ നിന്നോളണം. വേറൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, എനിക്ക് 2 അനിയന്മാരുണ്ട്. താളം തെറ്റിയ 2 ബോയികളാ. കണ്ട ഒറ്റ ട്രാക്കിൽ കയറി ഓടിക്കളയും. നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. പിന്നെ ഞാനും നീയുമായിട്ടുള്ള ബന്ധം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കണ്ടോളാം. ചേട്ടാ ഐ ലവ് യു. ഐ ടു ലവ് യു. ചേട്ടാ ചേട്ടാ. അയ്യോ ലൈലേ ചേട്ടാ. ശബരിയേട്ടാ. എന്റെ പെണ്ണെ വിളിച്ചോടനെ വന്നില്ല. ശബരിയേട്ടാ. എന്റെ ലൈലേ. എന്റെ ദൈവമേ, ഒരു കണക്കിന് പറഞ്ഞു വിട്ട്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ജോലിക്കാരി വരും, ഗ്യാസ് എടുക്കണം. ചേട്ടനോട് ഞാൻ പറഞ്ഞല്ലേ, ചേട്ടാ എവിടെ പോയിരിക്കുന്നേ? മുനിയമ്മ മാമാ കണ്ണേണി വന്നിട്ടാടി വരാമ ഇരിക്ക മുടിയും മാമാ. ഞാൻ ചെല്ല കുട്ടി. നീ അവല് വന്നിട്ട് ഏടി ചെല്ലോ. നീ മുന്നാടി പോണ്ട, ഞാൻ മുന്നാടി പോവാം. ഇറക്ക് പിടിച്ച 2 പേരും കൂടെ ഉണ്ട്. നോക്കി കേട്ട് എന്താണോ? എന്റെ ദൈവമേ, താളം തെറ്റി 3 പ്രാന്തന്മാർ ഇവിടെ ഉള്ളത്. സൂക്ഷിച്ചും കണ്ടു നിന്നില്ലെങ്കിൽ 3 കൂടി ഒറ്റ ട്രാക്കിൽ ഓടാൻ ചാൻസ് ഉണ്ട്. അറിഞ്ഞു നിന്ന ഇന്ത്യൻ റെയിൽവേ എന്റെ കയ്യിലിരിക്കും. ഓ എന്റെ ദൈവമേ, ഇനി വരാൻ പോണ വണ്ടി എങ്ങനെയാണോ എന്തോ. അച്ഛൻ വരാൻ സമയമായി. വിളിച്ചിരുന്നു. അച്ഛൻ വരാൻ സമയം ശരി തന്നെ. പക്ഷെ ചേട്ടൻ എന്തിനാ ചുവന്ന എടുത്ത് വെച്ചേക്കണേ? ചിലപ്പോ ആ വണ്ടി ഇവിടെ സ്റ്റോപ്പിൽ നിർത്തിയില്ലെങ്കിൽ കൊടി കാണിച്ചെങ്കിലും എടുത്താണ്. പിന്നെ ഒരു കാര്യമുണ്ട് ചേട്ടാ, 6 മണിക്ക് വരുമെന്ന് പറഞ്ഞ ആളില്ലേ, സമയം ഇപ്പൊ 8 ആയി. എവിടെ അച്ഛയുടെ? എടാ ഇന്ത്യൻ റെയിൽവേ എന്തെങ്കിലും സമയത്തിന് വന്നിട്ടുണ്ടോ? വന്ന്
സംഭവം ലാൻഡ് ചെയ്തിട്ടുണ്ട്, സംഭവം ലാൻഡ് ചെയ്തിട്ടുണ്ട്. പൊളിക്കണം നമ്മൾ. എറണാകുളം സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓ ഇതെന്താടാ ചോപ്പോളി? അല്ല അച്ഛൻ വണ്ടി നിർത്താൻ വേണ്ടിട്ട്. അച്ഛനായിട്ട് ചോപ്പോളി കാണിക്കല്ലേ? അച്ഛൻ കൊറേ ചോപ്പോളി കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ മക്കളെ സുഖം തന്നെ? അങ്ങനെ പിന്നെ വേലക്കാരനടുത്ത് പറഞ്ഞ അച്ഛന് കടുപ്പമുള്ള ഒരു ചായ കൊണ്ടുവരാൻ പറ. അച്ഛൻ റിട്ടയർമെന്റ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ആരെടുത്ത അച്ഛാ? വേലക്കാരനടുത്ത് പറ ലോകമാന്യ തിലക്കിനെ ഇവിടെ ആ തിലകം പോയച്ചേ ഇവിടെ പോയാ. ഓ അതെ ഇവന് ഡാലിയറി ഉണ്ടാക്കി കൊടുക്കത്തില്ല, ഇവന് സമയത്തിന് ചായ കൊടുക്കത്തില്ല, അലാറം വെക്കത്തില്ല, ജനശതാബ്ദിക്ക് ചായ തരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഒരു അരിയും കൂടെ കൊടുത്ത് പറഞ്ഞു വിടണേ. അപ്പോഴേ പറഞ്ഞു ഒരെണ്ണം കൊടുക്കാം. നല്ല കവളായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് സംഭവം വേറൊന്നുമില്ല, എല്ലാം അറിയാന്നുള്ളൊരു പെൺകൊച്ചിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയാ? പെൺകുട്ടിയെന്നൂടെ നമ്മുടെ വീട്ടിലെ റെയിൽ നിലയത്തിൽ ശരിയാവത്തൊന്നുമില്ല. അച്ഛാ അവള് നല്ലപോലെ സമയ്ക്കും. അതൊന്നും ശരിയാവത്തില്ല. നിങ്ങൾ ഈ കിടന്ന ആവശ്യമില്ലാത്ത 50% ഇപ്പൊ റെയിൽവേയിൽ പെൺകുട്ടികളുണ്ട്. സമ്മരണത്തിന്റെ പുറത്ത് അങ്ങനെയാണെങ്കിൽ അച്ഛൻ സംഭവിച്ച് ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വിളി, ചായ കൊണ്ടുവരാൻ പറ. നല്ല കുട്ടിയാണ്. മക്കളൊരു കാര്യം ചെയ്യും, എല്ലാവരും റെസ്റ്റ് എടുത്തു. അച്ഛൻ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചത് വന്നേലേ. മക്കളെ ആരോഗ്യം നോക്കണം കേട്ടോ. ഡാലി കറി കഴിക്കണം, പനീർ ബട്ടർ മസാല കഴിക്കണം. സാർ ചായ. ആരാ? ഞാൻ പുതിയതായിട്ട് വന്ന വേലക്കാരി. പേര്? രുക്മിണി. നീ ഇന്നു മുതൽ രുക്മിണിയല്ല, ജയന്തി ജനത. ജയന്തി ജനത? നമ്മുടെ വീടിന്റെ റെയിൽ നിലയത്തിന്റെ ചില ചിട്ടവട്ടങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇന്ത്യൻ റെയിലിലെ അതേ ചായ, സത്യം. ഒരു കാര്യം ചെയ്യ് പറയട്ടെ, വളരെ ക്ഷീണിച്ച് രാവിലെ തൊട്ട് പണിയൊക്കെ ചെയ്തല്ലേ, റെസ്റ്റ് എടുത്തോ. അച്ഛനും പോയി റെസ്റ്റ് എടുക്കാം. എന്താ പറയുന്നത്? ഓക്കെ, കാര്യങ്ങൾ നോക്കിക്കോളാം കേട്ടാ. എന്റെ ദൈവം, ഈ വീട്ടിൽ മൊത്തം ഭ്രാന്തന്മാരാണോ? രാവിലെ മുതൽ പണിയെടുത്ത് മനുഷ്യന് നടു ഒടിഞ്ഞു. ഈശ്വര ഭഗവാനെ. സിനിമാറ്റിക് ഡാൻസിൽ മുഴുവൻ അടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. മുനിയപ്പൻ ചേട്ടനായിരുന്നു ഇവിടെ. നിന്റെ മുറി ചെന്ന് കടടാ. ചേട്ടന്റെ മുറിയായിരുന്നല്ലേ? പിന്നല്ലാതെ. സോറി ചേട്ടാ, റൂം മാറിപ്പോയി. പോയില്ലടാ നീ. ചേട്ടന്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറയാൻ വന്നത്. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ ചേട്ടാ, ഗുഡ് നൈറ്റ്. സമ്മതിക്കൂലെന്ന് തന്നെ ഇങ്ങനെ. അയ്യോ ചേട്ടനായിരുന്നു. എനിക്ക് അവിടെ ഒറ്റയ്ക്കെടുക്കാൻ പേടി. പിന്നെ കഥ പറഞ്ഞുതരാം. കഥ പറഞ്ഞ പേടിക്കുന്നു? ഇല്ല, പേടിക്കില്ല. പേടിച്ച വീട്ടിൽ പോയി ഉറങ്ങാം. ഉറങ്ങാം. മുറി ചെന്നിറങ്ങും. ഓ ചെന്നിറങ്ങാം. കാറ്റി ചുള്ളി ഓടിക്കാൻ പോവാം. കള്ളനെ കണ്ട പേടിക്കോ? ഇല്ല. അയ്യോ ചെല്ലി ചെന്നിറങ്ങും. പോടാ, നിന്റെ മുറി പോടാ. പോടാ ചെല്ലിങ്ങ പോടാ. റുക്കോ, ഒരു ഗ്ലാസ് വെള്ളം എന്താ? അച്ഛനൊരു സർപ്രൈസ് തരായിരുന്നല്ലേ? ഇന്ന് അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അച്ഛന് സന്തോഷമായി മക്കളെ. പക്ഷെ അച്ഛനറിയാം അച്ഛന്റെ ഹാപ്പി ബർത്ത്ഡേ എന്നാണെന്ന് കാര്യങ്ങളൊക്കെ. പക്ഷെ നാളെ രാവിലെ പറയാന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാൻ പോവാണ്. എന്താണ്? നിങ്ങളുടെ 3 പേരുടെ കല്യാണം നടത്താൻ ഈ അച്ഛൻ അങ്ങ് തീരുമാനിച്ചു.
അച്ഛാ, ഒരു സന്തോഷമായില്ലേ? സന്തോഷായി, ആ. സന്തോഷായി. ഒരു കാര്യം പറഞ്ഞോട്ടെ പറ. അച്ഛാ, ഞാനൊരു ചെറിയ ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാണ്. ആഹാ. ഓ, എവിടെ പേര്, പോയി? ഇവിടെ അടുത്തുള്ള തന്നെ. പേര് പ്രിയ. ആ. ഡേയ്, ഏ? ചേട്ടന് പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല എനിക്ക് കൊണ്ടൊരു കുട്ടിയായിട്ട് പ്രേമത്തിലാണ്. നീ പ്രേമത്തിലോ? അത് ശരി. എവിടെ പോയി? തമിഴ്നാട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ ഒരുപാട് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അവിടെ. പേര് മുനിയമ്മ. ആ. ചേട്ടന്റെ കുടുംബത്തെ കിടിച്ചിരിക്കും. പിന്നെ അച്ഛൻ അവളെ നല്ലപോലെ സമ്മതിച്ചു തരും. അത് ശരി. ഡേയ്, ഇങ്ങ് വാ. ചേട്ടൻ മലയാളി, മറ്റേ ചേട്ടൻ തമിഴത്തി. നീ അങ്ങ് ഹൈദരാബാദിലാണ് ജനിച്ച. നിനക്ക് വല്ല തെലുങ്കത്തിയായിട്ട് പ്രേമമുണ്ടോ? ഇല്ലച്ചാ, പിന്നെ എനിക്ക് മലയാളിയായിട്ടാണ് പ്രേമം. അച്ഛന്റെ കവളി പിടിച്ചെടുക്കണം. ആ ശരി. പേര് ലൈല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നാളെ രാവിലെ നമ്മളെല്ലാരും കൂടെ ഓരോരുത്തരുടെ വീട്ടിൽ പോകുന്നു, കല്യാണം ഉറപ്പിക്കുന്നു, കല്യാണം നടത്തുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞാൽ എന്റെ അടുത്തും പ്രിയരെ വീട്ടത്തും താമസിക്കണം അച്ഛൻ. അതെങ്ങനെ ശരിയാവും? എന്റെ മുനിയമ്മരം കൊണ്ട് അച്ഛൻ നിൽക്കുള്ളൂ. എന്റെ ലൈല. നേരത്തെ പിന്നെ അച്ഛൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അച്ഛനും ഒരു കല്യാണം കഴിക്കാൻ തീരുമാനം. നല്ല കാര്യം. നല്ല കാര്യം, നല്ല കാര്യം. ഈ വയസ്സാകാലത്തിൽ അച്ഛന് വെള്ളം തരാനും ചായ തരാനും ദേഹം തടവി തരാനും ഒക്കെ ഒരാൾ വേണ്ട. ഞങ്ങൾ അങ്ങോട്ട് പറയാതിരിക്കുകയാണ് അച്ഛാ. ഞങ്ങൾ എന്തായാലും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ സാധാരണ വൃത്തസ്ഥാനത്തിൽ അങ്ങൊക്കെ മക്കളെ കൊണ്ടാക്കും. അങ്ങനെയൊന്നും അച്ഛൻ പോകാൻ പാടില്ല. അച്ഛൻ ഒരു കുടുംബമാവണം, നമുക്ക് സമ്മതമാണ്. നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറയാം. ഒരു കാര്യം ചെയ്യാൻ അങ്ങനെ നമുക്ക് നാളെ പെണ്ണാണ് പോണേന്റെ കൂട്ടത്തിൽ അച്ഛനും കൂടെ ഒരു പെണ്ണാണ്. അച്ഛന്റെ പെണ്ണിനെ കാണാൻ ദൂരെ ഒന്നും പോണ്ട. അച്ഛൻ കല്യാണം കഴിക്കാൻ പോണ ഈ നിൽക്കുന്ന ജയന്തി ജനതേ, പ്രിയേ, ലൈല. മുനിയമ്മ. പിന്നെ കുഞ്ഞമ്മ.